എന്തായാലും അച്ഛൻ മണി മാറ്റി വന്നിട്ട് വീട്ടിലേക്ക് പോകാന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും വന്നു. അപ്പോൾ തേജപ്പന് ഇത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവന് ഇത് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരുടെ അടുത്ത് വീമ്പളൊക്കെ കേട്ടോ, അവൾക്ക് തരില്ല, അത് എനിക്ക് അച്ഛൻ കൊടുന്താന്നൊക്കെ പറഞ്ഞിട്ട് ആരോട് തല്ലൂടാനായിട്ട് ഇരിക്കണത്. പിന്നെ നമ്മൾ വേഗത ഇറങ്ങിയിട്ടാ, കാരണം ഇവിടെ നെല്ലുവായ പൂരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലോക്ക് കിട്ടുന്ന ഓൾറെഡി അറിയാം, പക്ഷെ എന്നാലും ഇനിയിപ്പോൾ അച്ഛൻ എന്തായാലും വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. അച്ഛൻ പരമാവധി അച്ഛനും നേരത്തെ വരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ തേജ് ഉമ്മ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ ആർക്കായാലും ഉമ്മ കൊടുക്കാൻ നല്ല മടിയാണ്. ആകെ കൂടി ഉമ്മ തരി എനിക്കാണ് കേട്ടോ നേരം പോലെ, വേറെ ആർക്കും ഇതേ ഇങ്ങനെ ഉമ്മ കൊടുക്കില്ല. സ്നേഹപ്രകടനം ചെയ്യാൻ അവന് ഭയങ്കര മടിയാണ്. ഞാൻ പറയാറില്ലേ, കുറച്ച് ഇൻട്രോവേർട്ടാണ് ആള്. അങ്ങനെ ഇതേ നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇതേ നമ്മൾ സ്കൂട്ടിമേ പോവാണ് കേട്ടോ. ഇവർക്ക് മിസ് ചെയ്യാൻ നമ്മളതിനെ ആവില്ല കേട്ടോ, തേജുവിനെയാണ്. കാരണം നമ്മൾ ആദ്യമൊക്കെ കേട്ടോ വിൻഷാറിൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ വന്ന് നിൽക്കുമ്പോൾ 1-2 ആഴ്ചക്ക് നിന്നിട്ടാണ് ഞാൻ പോവാറ്. പക്ഷെ നമ്മൾ വീടൊക്കെ വെച്ച് മാറിയതിന് ശേഷം നമുക്ക് അടച്ചിട്ട് വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് വരെ നാളെ പോവാ ആ ഒരു രീതിയിലല്ല പോക്ക്. അതുകൊണ്ട് ചെറിയ വിഷമമാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ കൂടുതൽ ദിവസം നിൽക്കാത്തതിൻ്റെ. പിന്നെ അതേ നമ്മൾ പോണ വഴിക്ക് വിചാരിച്ച പോലെ തന്നെ അതേ അത്യാവശ്യം ബ്ലോക്കൊക്കെ കിട്ടിയിട്ടോ. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നെല്ലുവായ അമ്പലത്തിലെ പൂരാണ്, അതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. 2 സൈഡിൽ നിന്നും നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. ഓരോ സൈഡിൽ നിന്നും ഓരോരുത്തർ വിളിച്ചിട്ട് ആറ്റ് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വീട് എത്തണത്. അപ്പം നമ്മുടെ വീടെത്തിയതിൻ്റെ സിഗ്നൽ എന്താ, നമ്മുടെ അമ്പലക്കുളം കേട്ടോ. അതേ അങ്ങനെ അമ്പലക്കുളമൊക്കെ കഴിഞ്ഞ് അതേ അമ്പലം പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അതായത് നമ്മൾ എത്തുമ്പോൾ തന്നെ 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ബ്ലോക്ക് കാരണമായിട്ട് ഇത്രയും നേരം വൈകിയത്. അങ്ങനെ ഇതേ നമ്മൾ വീടെത്തിയപ്പോൾ അവിടെ നമ്മൾ ആരും അകത്തല്ലാട്ടോ കയറിയത്. വിൻഷാട്ട് അതേ ചെടി നനയ്ക്കാൻ നിന്നു. തേജപ്പനായിട്ടോ ഒന്ന് വാതിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ കൊറിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവ അത് നോക്കുന്നുണ്ട്. അങ്ങനെ വിൻഷാട്ടിന് ചെടി നനയ്ക്കാനും ഞാനിതേ മുറ്റടിക്കാനും ആയിട്ടാ നിന്നത്. ആദ്യമൊക്കെ എനിക്ക് വീട്ടിൽ പോയിട്ട് വന്നാൽ അകം ക്ലീൻ ആക്കാനുള്ള ഒരു പണി തോന്നാറ് കേട്ടോ. പക്ഷെ പകല്ല ഗൈസ് വൃത്തിയാക്കാറുള്ളത് നമ്മുടെ മുറ്റാണ് കേട്ടോ. മുറ്റത്ത് നല്ല രീതിക്ക് ചപ്പും ചവറും ഒക്കെ ആയിട്ട് ആകെ വൃത്തികേടായിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഇതേ മൊത്തം അടിച്ചെടുക്കാൻ നിന്നോട്ടെ. എനിക്കിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു വിമിഷ്ടമായിരുന്നു. അപ്പോൾ തേജപ്പ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബക്കറ്റും കാര്യങ്ങളൊക്കെ അതേ കൊടുന്നവരുണ്ട് കേട്ടോ ചപ്പൊക്കെ കോരിയിടാൻ വേണ്ടിയിട്ട്. പക്ഷേ പുലിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ പതുക്കെ അടിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് വിൻഷായിട്ട് ഇതേ ചെടികളൊക്കെ നനച്ചു കൊടുക്കണുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും കുറച്ചധികം നേരം എടുത്താലും മുറ്റം മൊത്തം വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കൂടുതലും പോസ്റ്റായത് നമ്മുടെ തേജ് ആയിരുന്നു കേട്ടോ. കാരണം ഞാനൊരു പണിയിലും വിൻഷാട്ടൻ വേറൊരു പണിയിലും ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ കുട്ടി ഇതേ ഷട്ടിലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു കേട്ടോ, കളിക്കാരും ഇല്ലാണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.